അസ്സലാമലൈക്കും. 20 നോമ്പ് കഴിഞ്ഞ്. റമദാനില് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ, കുറെ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫീല്. അങ്ങനെ ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 10ഉം എണ്ണുന്നതിന് മുമ്പേ അതങ്ങോട്ട് തീർന്നു പോയ പോലുള്ളൊരു തോന്നല്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു നല്ലൊരു റിഗ്രറ്റ് ആണ്. കാരണം ഇത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല 10 ദിവസം, ബെസ്റ്റ് ആയിട്ടുള്ളൊരു 10 ദിവസമാണ് ഇനി കിടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലൈലത്തുൽ ഖദർ, ഖുർആൻ ഇറങ്ങിയ ആ ഒരു രാവ്, അള്ളാഹു ഖുർആനിൽ നേരിട്ട് പറഞ്ഞ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ള ആ ഒരു രാവ്. നമ്മളുടെ മാസക്കണക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അതൊരു 83 വർഷങ്ങളിൽ കൂടുതൽ വരും. അപ്പോ നമ്മള് ആ ഒരു രാവിലെ നമസ്കരിക്കുകയാണെങ്കിൽ 83 വർഷം നമ്മൾ നിന്ന് നമസ്കരിച്ച കൂലി. ആ ഒരു രാവിലെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ 83 വർഷവും നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത കൂലിയാണ് അള്ളാഹ് നമുക്ക് അതിലധികമാണ്. അത് അധികം ഇൻഷാ അള്ളാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് കൂട്ടിത്തരും. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിനൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈലത്തുൽ ഖദർ ഉള്ളൊരു അൺക്ലാരിറ്റി ഉണ്ടല്ലോ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ദിവസം തരാത്തത്, അതൊരു അനുഗ്രഹമാണ്. കാരണം ആ ഒരു അങ്ങനെ ഒരു ദിവസം തന്നിരുന്നെങ്കിൽ റമദാനിലെ ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ കാര്യപ്പെട്ട് പരിഗണിക്കില്ലായിരുന്നു. നമ്മളെ മനുഷ്യന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി മാറ്റി വെക്കും. ഇനി ആ ഒരു ദിവസം എന്തെങ്കിലും എമർജൻസി വന്നിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന നമ്മളുടെ ഒരു റമദാൻ തന്നെ പോകും. അപ്പൊ ഇൻഷാ അള്ളാ അങ്ങനെ ഒരു അൺക്ലാരിറ്റി തന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു രാവ് പ്രതീക്ഷിച്ച് ആ ലാസ്റ്റത്തെ 10 ഒറ്റ രാവുകളിൽ ഈ ഒരു ഇന്റൻഷൻ വെച്ച് നമ്മൾ ഖുർആൻ പാരായണങ്ങൾ നമ്മൾ ശ്രമിക്കുമല്ലോ, പാരായണങ്ങളായിട്ടും നമസ്കാരമായിട്ടും ദുആക്കെ ആയിട്ടും. ഇനി ദുആ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ടൂളാണ്. അത് നമ്മൾ വിട്ടുപോകരുത്. ഇപ്പൊ ഖുർആൻ പാരായണം നമസ്കാരമൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കും, ചെയ്യും, ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ശ്രമിക്കും. ദുആ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ വിധിയെ മാറ്റി മറിക്കാനായിട്ട് അള്ളാഹ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ടൂളാണ് ദുആ. അപ്പോൾ അത് വളരെ സിമ്പിൾ അല്ലേ ദുആ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് വെറുതെ വേറെ നിബന്ധനകളൊന്നുമില്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് അള്ളാന്റെ അടുത്ത് കംഫേർട്ട് ആയിട്ട് വളരെ കൂളായിട്ട് അള്ളാന്റെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവം അള്ളാഹ് നമുക്ക് തന്നിരിക്കുകയാണ്. വേറൊരു ഇടമൊന്നും വേണ്ട, നേരിട്ട് അങ്ങോട്ട് തന്നെ ചോദിക്കാം മനസ്സ് തുറന്ന്. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നതാണ്. ചോദിക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്നതാണല്ലോ. ചോദിക്കുക തന്നെ വേണം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഹലാലായിട്ടുള്ളതും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ. അപ്പോൾ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം നമസ്കരിക്കുന്നതോടൊപ്പം ദുആ അധികരിപ്പിക്കണം. അതിന്റെ ഒരു ഇമ്പാക്ട് ഭയങ്കര വലുതാണ്. അപ്പൊ ഇൻഷാ അള്ളാ റമദാൻ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടട്ടെ അതിന്റെ സത്ത്.